Turn right at Miri Matha Road. Head south, then make a U-turn. ചേട്ടാ ഒരു സെക്കൻഡ്. ഈ പാമ്പനാറ് മെഡിക്കൽ ക്യാമ്പ് എവിടെയാണെന്ന് അറിയൂ? ചേട്ടന് വഴി തെറ്റിന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വഴി തീരും. ഓ, GPS വീണ്ടും തെറ്റിച്ചു. ശരി, താങ്ക് യു. അമീർ വരുന്നുണ്ട്. തിരിഞ്ഞോക്കണ്ട് വേഗം നടന്നേ. നിങ്ങളൊക്കെ എന്തിനാ അമീറിനെ ഇങ്ങനെ പേടിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അവൻ നന്നായി പഠിക്കുന്ന പയ്യനാണല്ലോ. അവനൊരു കുഴപ്പം എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നീ ഇവിടെ അത് പുതിയതായോണ്ടാ. നമ്മുടെ സ്കൂളിൽ ആരെങ്കിലും അവനോട് സംസാരിക്കാൻ നീ കണ്ടിട്ടുണ്ടാ? കൂടുതൽ സംസാരിച്ചവരൊക്കെ ഇപ്പൊ വട്ടുപിടിച്ച് വീട്ടിലിരിക്കുക. ചുമ്മാ പുളു. ഇങ്ങനെ ഓരോ മണ്ടത്തരം പറഞ്ഞുണ്ടാക്കാൻ ഓരോരുത്തരും വിശ്വസിക്കാൻ നിങ്ങളും. അവനൊരു പാവാ. പാവം. അയ്യേ, ഇതെന്താ നിന്റെ കയ്യിൽ എഴയണേ? അയ്യേ, ഒച്ച തട്ടിക്കളിടി. നീ എന്താന്ന് വെച്ച് ചെയ്തോ, ഞങ്ങള് പോവാ. വാടി ഏഞ്ചൽ. ഒരു കൊച്ചു മാജിക്ക്. നിന്റെ കൂട്ടുകാരികളിപ്പോ എന്നെ പറ്റി പറഞ്ഞത് വള്ളി പുള്ളി തെറ്റാ ഞാൻ പറയട്ടെ? വേണ്ട, നിനക്കൊക്കെ അത് പറ്റൂന്ന് എനിക്കറിയാം. അമീറ പറ, അവർക്ക് എന്തിനാ നിന്നെ പേടിക്കുന്നേ? ചിരിക്കണ്ട. സ്കൂളിൽ ഒരാൾ പോലും നിന്റെ അടുത്ത് മിണ്ടുന്നതായി ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്താ അതിന്റെ കാരണം? ഓ അതോ, ഏഞ്ചലിനറിയോ, എന്റെ ഉപ്പച്ചി ഒരു മാജിക്കാരനാ. ഉപ്പച്ചി കാണിക്കുന്ന കൺകൊട്ടൊക്കെ എന്തോ മന്ത്രവാദാന്ന് പറഞ്ഞു വരുത്തിയത് ഈ നാട്ടുകാരാ. അപ്പൊ പിന്നെ ആ പേടി എന്നോടില്ലാണ്ടിരിക്കൂ? പിന്നെ അതൊന്നുമല്ല. ആളുകളുടെ മനസ്സ് വശീകരിക്കാൻ പറ്റുന്ന വല്ല മന്ത്രവും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ആളുകളുടെ മനസ്സിനെ വശീകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു മന്ത്രി ഭൂമിയിലുള്ളൂ. അത് സ്നേഹ. അതെന്റെ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ നിന്നെ പോലെ ഡയലോഗ് അടിക്കാൻ വേറെ ആളില്ല. അയ്യോ ഡാഡി. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ അവന്റെ കൂടെ നടക്കല്ലത്. സോറി. നോൺസെൻസ്. എന്തൊരു തണുപ്പ് ഇവിടെ. പള്ളിയിൽ ഞാൻ വിറച്ചിട്ടിരുന്ന. ഇതാ തണുപ്പാ. അപ്പൊ ഡിസംബർ ആയി എങ്ങനെ ഇരിക്കും? ഓ ദേ നിക്കണു ശല്യം. നീ വേഗം നടന്നേ. ഏഞ്ചൽ എങ്ങോട്ടാ? ഒന്ന് നിക്ക്. നീ പോയേ, ആരെങ്കിലും കണ്ട കുഴപ്പവും. ചേട്ടാ ഒന്ന് നിർത്തൂ. വേണ്ട മോളെ, ഇതവന്റെ വീടല്ലേ. പപ്പയെ അറിഞ്ഞ കുഴപ്പം. ആരും അറിയില്ല ചേട്ടാ. ഞാൻ പെട്ടെന്ന് തിരിച്ചെത്തു. ഇപ്പൊ വരാ പ്ലീസ്.
എന്നെ ഒഴിവാക്കുകയാണല്ലേ? അങ്ങനെ അല്ല അമീർ, നീ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എനിക്ക് നിന്റെ അടുത്ത് വർത്താനം പറയാനും ഇഷ്ടമാണ്. പക്ഷേ ആരെങ്കിലും കണ്ടാതെ എനിക്കേ കുഴപ്പമുള്ളൂ. അതുകൊണ്ട് നീ വിഷമമൊന്നും വിചാരിക്കില്ലേ. എനിക്കിനി നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആരെങ്കിലും കണ്ടാലല്ലേ കുഴപ്പം? ആരും കാണാണ്ട് ഒരാളും അറിയാണ്ട് ഏഞ്ചൽ എന്നോട് സംസാരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതില്ല, പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ. പറ്റൂ. എങ്ങനെ? ഞാൻ പറയണ ശ്രദ്ധിച്ച് കേൾക്കുക. വെള്ളാരം കല്ലുകൾ നിറഞ്ഞ താഴ്വാരം, 7ാം വളവിലെ കുരിശിൻ ചുവട്, മഞ്ഞിൽ കുളിച്ച എസ്റ്റേറ്റ് വഴികൾ, സീതാർ മൗണ്ടിലെ കുതിരവണ്ടികൾ, ദർഗ തെരുവിലെ S87. ഇവിടെയൊക്കെ പോയി എന്നെ മാത്രം മനസ്സിലാലോചിക്കാൻ പറ്റൂ. ഞാൻ ഇപ്പൊ വരുമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പറ്റൂ. മാജിക് ആണോ? അതെ, ഒരു കൊച്ചു. വെള്ളാരം കല്ലുകൾ നിറഞ്ഞ താഴ്വാരം, 7ാം വളവിലെ കുരിശിൻ ചുവട്. എന്തിനാണ് നീ അതൊക്കെ കുത്തിപ്പൊക്കുന്നേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അമീർ, എനിക്ക് പേടിയാവുന്നു. നമ്മൾ പിടിക്കപ്പെടുമോ? ഏഞ്ചൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമ്മളെ ആരും കാണില്ല. ശരിക്കും? ഇനി ഞാൻ നിന്നെ ഞെട്ടിക്കാൻ പോവാ. ഇവിടെ വേറെ ആരുണ്ടല്ലോ. ഞാൻ ഏഞ്ചലിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? സത്യം പറ ഏഞ്ചൽ. ഇതൊക്കെ അല്ലേ? A little bit towards right side. ഇപ്പൊ ഒക്കെ അല്ലേ? Okay, okay. മഹേഷേ, ഇതൊന്ന് നോക്കിയേ. എൻട്രൻസിലോട്ട് ആ സൈഡിലൊരെണ്ണം വെച്ചില്ല സാറേ. ശരി. അന്ന് ഞാൻ പോകട്ടെ സാറേ. ഓ, എങ്ങനെയുണ്ട്? Good. ഹലോ ഡോക്ടർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ മാത്യൂസ്. ദേ ആ കാണുന്ന വില്ലല ഞാൻ താമസിക്കുന്നത്. ഓ യാ, ഡോക്ടർ ശബ്ദം പറഞ്ഞിരുന്നു. ഓ ഞങ്ങൾ അങ്ങോട്ട് വന്ന് ഞങ്ങളെ കാണാനിരിക്കായിരുന്നു. How are you? ഓ ഫൈൻ. അങ്കിൾ അകത്തോട്ട് വരൂ. വേണ്ട മോളെ, ഞാൻ ആകെ ജോഗിങ് കഴിഞ്ഞ് വേർതിരിക്കുക. അല്ല, ഇന്നലെ നിങ്ങൾ വന്നപ്പോ ലേറ്റ് നൈറ്റ് ആയി അല്ലേ? ഒരുപാട് ലേറ്റ് ആയില്ല, ഒരു 9 മണിയായി. ഓ, ഓസ്ട്രേലിയ എവിടെയാ? Melbourne. ഓ, കൊച്ചുമിടുക്കി. എന്താ ഈ കൊച്ചുമിടുക്കിയുടെ പേര്? Tanmay. ഓ, സോ ഇന്ന് മുതൽ വി ആർ ഫ്രണ്ട്സ്. ഓക്കെ, അങ്കിളിനൊരു പുതിയ കൂട്ടായി. ആ, വേസ്റ്റ് ലോറി വന്നല്ലോ. ഇയാൾ ഇന്ന് ഇത്ര നേരത്തെ ആണല്ലോ. ഞാൻ മൊബൈൽ എടുക്കാൻ മറന്നു. സോ ഓക്കെ ഡോക്ടർ, വിൽ മീറ്റ് അഗൈൻ. ഓക്കെ ഫ്രണ്ട്, ബൈ. എന്താ? ഒന്നുമില്ല. ഈ ലോറി ഫോബിയം വെച്ചിട്ട് എങ്ങനെയാ നാട്ടിൽ വണ്ടി ഓടിക്കുക? നീ ചുമ്മാ മോളുടെ മുമ്പിൽ വെച്ച് എനിക്ക് എല്ലാ ലോറികളോടും ഫോബിയ ഉണ്ടോ? ഇമാരി വൃത്തിയായിട്ട മൂക്കേണ്ട ഈ സാധനത്തിൽ മാതിരി വൃത്തിയായിട്ട് മൂക്കുന്നതിന്റെ ലോറികളാണ് ഈ നാട്ടിൽ മുഴുവൻ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യും? ഡാഡിക്ക് എന്താ ഈ മൂക്കൻ ലോറികളോട് ഇത്ര പേടി? അതെ, അതൊരു ഹൊറർ സ്റ്റോറിയാ. അതെനിക്ക് രാത്രി പറഞ്ഞുതരാം കേട്ടോ. എനിക്കൊന്നും കേൾക്കണ്ട. ഡാഡി നമ്മുടെ ട്രിപ്പ് എപ്പോഴാ? ട്രിപ്പ് സൺഡേ കൺഫേം. പിന്നെ ആ, അതൊക്കെ കൺഫേം തന്നെ. തൽക്കാലം നീ എന്റെ ഷർട്ട് അയച്ചു ചെയ്ത് വെച്ചേ. ഹോസ്പിറ്റൽ പണ്ടായി.